ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് എൻ്റെ കേറ്ററ്റ് അനുഭവം, കേറ്ററ്റ് കാറ്റഗറി 2 ആൻഡ് കേറ്ററ്റ് കാറ്റഗറി 3 ഇത് രണ്ടും ഞാൻ എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്തത്, ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോഴേ 2013 സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് സെറ്റ് ഞാൻ ക്വാളിഫൈ ചെയ്തിരുന്നു. വർഷങ്ങൾ കുറേ കഴിഞ്ഞു 2020 ആയപ്പോൾ കേറ്ററ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കേറ്ററ്റ് ആദ്യമായിട്ട് കേറ്ററ്റ് കാറ്റഗറി 2 എഴുതി നോക്കിയത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, എനിക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല. 2-3 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അതെനിക്ക് നഷ്ടമായി. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു വാശി ഉണ്ടായത്, എങ്ങനെയെങ്കിലും ഇതൊന്ന് എഴുതിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ ചെയ്ത കാര്യമെന്ന് വെച്ചാൽ ഒരു ഗൈഡ് ഞാൻ സ്വന്തമായിട്ട് മേടിച്ചു. ഗൈഡ് ആകുമ്പോഴത്തേക്കിനും ഗൈഡ് നോക്കി പഠിക്കുന്നവർക്ക് അറിയാൻ സാധിക്കുമല്ലേ, ഓരോരോ ടോപ്പിക്കുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗൈഡാണ് ഞാൻ ചൂസ് ചെയ്തത്. ഓരോ കാര്യങ്ങൾ ടോപ്പിക് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വളരെ വേഗം തന്നെ ക്യാച്ച് ചെയ്യാനും സാധിക്കും. ഇതൊന്നുമല്ല എന്നെ ആകർഷിച്ചത്, ഈ ഒരു ഗൈഡിൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതെനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ സൈക്കോളജിയോടുള്ള ആ ഒരു വിരക്തി അല്ലെങ്കിൽ ആ ഒരു പേടിയൊക്കെ എനിക്ക് മാറി. കാരണം സൈക്കോളജി പഠിക്കുന്ന ടൈമിൽ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടം ഇല്ലാതിരുന്നൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ചെയ്തു നോക്കിയപ്പം സൈക്കോളജിയോടൊരു ഇഷ്ടമൊക്കെ തോന്നി. അങ്ങനെ ഞാൻ പഠിച്ചു. അങ്ങനെ ഗൈഡിൽ നിന്ന് എനിക്ക് സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. അതിനുശേഷം ഞാൻ ചെയ്തത്, ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമുക്ക് ഫ്രീ കോഴ്സ് തരുന്നുണ്ട്. ഫ്രീ ആയിട്ട് കേറ്ററ്റ് പാസ്സാക്കി തരുന്നതിന് വേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് യൂട്യൂബിൽ. അതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ എന്തെടുത്തത്, സൈക്കോളജിയുടെ ക്ലാസ്സുകളൊക്കെ കണ്ടത്. അപ്പോൾ ആ സൈക്കോളജിയുടെ മാത്രമല്ല, സബ്ജക്റ്റ് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളും ഞാൻ കണ്ടിരുന്നു. പെയ്ഡ് കോഴ്സ് ഒന്നും ഞാൻ കേറ്ററ്റിന് വേണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്തി. ഞാൻ ക്ലാസ്സുകൾ കാണുമ്പോൾ ചെയ്യുന്ന കാര്യം, സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കിയാണ് പഠിക്കുന്നത്. അത് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുമ്പോൾ, ക്ലാസ് കേട്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഗൈഡും അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സുകളും കൊണ്ടാണ് ഞാൻ കാറ്റഗറി 2 എഴുതിയത്. അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് കാറ്റഗറി 2 കിട്ടി, അതായത് ഞാൻ ക്വാളിഫൈ ചെയ്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് എനിക്ക് കാറ്റഗറി 3 എഴുതിക്കൂടാ. അതായത് HSI പ്രിപ്പയർ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. UP ആണല്ലോ കാറ്റഗറി 2 എന്ന് പറയുന്നത്, UP സെക്ഷനിലേക്കുള്ളതല്ലേ. അപ്പോൾ അത് ഞാൻ ക്വാളിഫൈ ആയല്ലോ. അപ്പോൾ എനിക്ക് HSIയും എഴുതാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കാറ്റഗറി 3യും അപ്ലൈ ചെയ്തു. അത് ഫസ്റ്റ് ടൈം തന്നെ അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ ക്വാളിഫൈ ആയി. എന്താണ് അതിൻ്റെ കാരണം? 2 തവണ കാറ്റഗറി 2 അല്ലേ അറ്റംപ്റ്റ് ചെയ്ത്, രണ്ടാമത്തെ തവണയല്ലേ കാറ്റഗറി 2 ഞാൻ കരസ്ഥമാക്കിയത്. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് വെച്ചുകൊണ്ടാണ് കാറ്റഗറി 3യും ഞാൻ ക്വാളിഫൈ ചെയ്തത്. ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ പറയുകയാണ്, ഞാൻ കേറ്ററ്റിൻ്റെ കാറ്റഗറി 2വും കാറ്റഗറി 3യും ക്വാളിഫൈ ചെയ്തു. അപ്പോൾ എനിക്ക് UPയും എഴുതാം, അതിൻ്റെ കൂടെ തന്നെ എനിക്ക് HSIയും എഴുതാം. അപ്പോഴേ എന്നെപ്പോലെ ഒരുപാട് വർഷം ഗ്യാപ്പൊക്കെ വന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, ഈ വർഷങ്ങളെന്ന് പറയുന്നതൊന്നും നമ്മുടെ പഠനത്തെ ഒന്നും ബാധിക്കരുത്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്കിത് നേടിയെടുത്തേ പറ്റൂ എന്നൊരു നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേറ്ററ്റ് എന്ന് പറയുന്നത് അത്ര വലിയൊരു കടമ്പയായിട്ട് പിന്നീട് നമുക്ക് തോന്നത്തില്ല. ആണ് എങ്കിൽ പോലും പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ അതൊക്കെ അങ്ങ് മാറ്റിവെക്കുക, മാറും. പഠിച്ചു തുടങ്ങി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. നിങ്ങൾ ഉറപ്പായിട്ടും കേറ്ററ്റ് കാറ്റഗറി 2 എഴുതാൻ പറ്റുന്നവർ അത് എഴുതിയെടുക്കുക, 3 എഴുതാൻ പറ്റുന്നത് അത് എഴുതിയെടുക്കുക. ഇനി 2ഉം എഴുതാൻ പറ്റുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരാണെങ്കിൽ 2 കാറ്റഗറിയും എഴുതിയെടുക്കുക. അപ്പോൾ കേറ്ററ്റ് എന്ന് പറയുന്നത് ഇനി ഒരിക്കലും നമുക്കൊരു ബാലികേറാമല അല്ല. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ ദെൻ